ഇൻവെന്ററി ചാപ്റ്ററുടെ ഇലസ്ട്രേഷൻ 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 6 നമ്മൾ കഴിഞ്ഞു, കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞു, ഇതിപ്പോ ഇലസ്ട്രേഷൻ 7 ചെയ്യാൻ പോവാണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഫ്രം ദി ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ദി നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി യൂസിങ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇലസ്ട്രേഷൻ 6 കഴിഞ്ഞപ്പോ നമ്മൾ പഠിച്ചായിരുന്നു എന്ത്, സെയിൽസ് മൊത്തത്തിൽ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് COP കുറക്കുക, ആൻഡ് അവിടുന്ന് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം പ്രോഫിറ്റ് മാർജിനിലൂടെ നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ കോസ്റ്റ് കണ്ടെത്തും എന്ന് പഠിച്ചായിരുന്നല്ലോ. അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ അവസാനം കണ്ടാൽ മതി. ഓക്കെ, ഇലസ്ട്രേഷൻ 6ന്റെ ലാസ്റ്റ് കറക്റ്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത്, ഈ കൊല്ലം ഞാൻ വിറ്റത് എന്ന് പറയുന്നത്, സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറയുന്നത് എത്രയാണുള്ളത്? സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ 2 lakhs ആണുള്ളത്. ഓക്കെ, ഇനി ക്ലോസിംഗ് ഇൻവെന്ററിയും അറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ് എന്ന് വെച്ചാൽ, സാറേ എന്റെ കയ്യിൽ ഞാൻ മൊത്തം 2 ലക്ഷം രൂപക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. സോ ഈ 2 ലക്ഷം രൂപക്ക് വാങ്ങിച്ച സാധനം ഞാൻ ഈ കൊല്ലം എത്രന് വിറ്റു, എത്ര സാധനം വിറ്റു? 2 ലക്ഷം രൂപക്കോളം സാധനം വിറ്റിട്ടുണ്ട്. ബട്ട് അത് സെല്ലിംഗ് പ്രൈസ് ആണ്, പർച്ചേസ് കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ സെയിൽസ് നടക്കുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിലാണ്. സോ ഒരിക്കലും പറയരുത് പർച്ചേസ് 2 ലക്ഷം, സെയിൽസ് 2 ലക്ഷം, സോ ക്ലോസിംഗ് ഇൻവെന്ററി 0 എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അവർ തന്നിട്ടുണ്ട് ക്ലോസിംഗ് ഇൻവെന്ററി അറ്റ് സെല്ലിംഗ് പ്രൈസ് എത്ര, 50,000 എന്ന് വെച്ചാൽ ഞാൻ എന്റെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ അത് വിറ്റാൽ എനിക്ക് കിട്ടും എത്ര, 50,000. സോ ക്ലോസിംഗ് സ്റ്റോക്കും എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ്. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നുള്ളൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അറ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 50,000. സോ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 2.5 ലക്ഷം രൂപ സെയിൽ വാല്യൂ മാത്രമായിട്ട് വരും. സെയിൽസ് വാല്യൂ മാത്രമായിട്ട് വരും. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് ഞാൻ എന്ത് കുറക്കും? ഞാൻ കോസ്റ്റ് ഓഫ് പർച്ചേസ് കുറക്കും. കോസ്റ്റ് ഓഫ് പർച്ചേസ് കുറക്കുമ്പം കോസ്റ്റ് ഓഫ് പർച്ചേസ് കുറക്കും. കോസ്റ്റ് ഓഫ് പർച്ചേസ് എത്രയായിരുന്നു? 2 ലക്ഷം രൂപ. ഇപ്പൊ 2 ലക്ഷം രൂപ കുറക്കുമ്പം 50,000 എനിക്ക് ഗ്രോസ് മാർജിൻ ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ സാധനം വെക്കുമ്പോൾ മൊത്തത്തിൽ 50,000 രൂപയുടെ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് മാർജിൻ എന്ന് പറയുമ്പം എത്രയാണ്? 15,000 റുപ്പീസ് ആണ്. 50,000 റുപ്പീസ്. ഓക്കെ അല്ലേ? സോ ഈ 50,000 റുപ്പീസ് ഇനി അടുത്തത് നോക്കാനായിട്ട് നമുക്ക് എന്താ, അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ക്ലോസിംഗ് ഇൻവെന്ററിയുടെ കോസ്റ്റ് കണ്ടെത്തണം. കാരണം ഇൻവെന്ററി വാല്യൂഷൻ നടക്കുന്നത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലോവറിലാണ്. സോ ഗ്രോസ് മാർജിൻ കണ്ടെത്തി. ഇനി ഗ്രോസ് മാർജിൻ പെർസെന്റേജ് കണ്ടെത്തണം. ഗ്രോസ് മാർജിൻ പെർസെന്റേജ് കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഗ്രോസ് മാർജിൻ കണ്ടെത്തിയത് സെയിൽസിലല്ലേ. സോ ഗ്രോസ് മാർജിൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100, മൊത്തം 20% കിട്ടും. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? ഇനി ഇതാ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതാ. കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 50,000 ഇൻറ്റു 20%. ഇതിന്റെ 20% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 10,000. സോ therefore 50,000 minus 10,000 ഈക്വൽ ടു 40,000 ആണ്. എന്ത്? 40,000 ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസിന്റെ സംഭവം. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ടോട്ടൽ സെയിൽ വാല്യൂ, ഈ തവണ വിറ്റതും വിൽക്കാത്തതിന്റെ സെയിൽ വാല്യൂ കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ടോട്ടൽ സെയിൽ വാല്യൂ, അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും? COP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രോസ് മാർജിൻ കിട്ടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ ഗ്രോസ് മാർജിന്റെ പെർസെന്റേജ് കണ്ടെത്തും. ആ പെർസെന്റേജ് ആയി എന്തായിട്ട് ഇൻഡ്യൂ ചെയ്യും? നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ട്. സോ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ ആ ക്ലോസിംഗ് ഇൻവെന്ററിയിൽ എത്രത്തോളം പ്രോഫിറ്റ് കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ പ്രോഫിറ്റ് കണ്ടന്റ് ഇവിടെ ഏതായിരുന്നു? ഈ 10,000 ആയിരുന്നു. ആ പ്രോഫിറ്റ് കണ്ടന്റ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് കോസ്റ്റിലേക്ക് എത്താൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഇലസ്ട്രേഷൻ 7. ഓക്കെ.